ഒഴിഞ്ഞു മാറരുത്. എങ്ങനെയും കാശ് തന്നേ തീരൂ. ഇനി ചോദിക്കില്ല. ഞാൻ എവിടുന്നെടുത്ത് തരാനാ മൂന്ത? കാശ് പുറത്തേക്ക് പോകുന്നതല്ലാതെ ആരും ഡെപ്പോസിറ്റ് തരുന്നില്ല. അതല്ലേ ഞാൻ അമ്മയെ നിന്നോട് പറഞ്ഞത്. പണത്തിന് വലിയ ഞെരുക്കാണ്. ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ. മോട്ടിക്കുക. ഒരു വട്ടം, ഒരേ ഒരു പ്രാവശ്യം മാത്രം. ബുദ്ധി എന്റേത്, അധ്വാനം നിന്റേത്. കിട്ടുന്നതിൽ പപ്പാതി. എന്തു പറയുന്നു? സമ്മതിച്ചു. ആ രാജനും കൂടെ കൂട്ടിക്കോ. വേണ്ട, അവൻ ഇത്ര ഏർപ്പാടിനൊന്നും പോകാൻ പാടില്ല. അവൻ ഇനി ഒരു കുടുംബമായിട്ട് കഴിയേണ്ടവനാ. കഴിഞ്ഞോട്ടെ, അതിന് എനിക്കെന്താ വിരോധം? പക്ഷെ ഞാൻ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അവനെ പോലെ വിശ്വസ്തനും ആവശ്യക്കാരനുമായ ഒരാൾ കൂടെ വേണം. പ്ലാൻ എന്താ? ഇതാണ് ജ്വല്ലറി, ഇത് ലോഡ്ജ്, ഇതാണ് ഞാൻ പറഞ്ഞ മുറി. ഈ മുറിയുടെ തറ പൊളിച്ചാണ് ജ്വല്ലറിയിലേക്ക് ഇതായി ഇങ്ങനെ കടക്കേണ്ടത്. ഉത്സവ ഘോഷയാത്ര ഈ റോഡിലൂടെ കടന്നു പോകുമ്പോ എല്ലാവരുടെയും ശ്രദ്ധ അവിടെയായിരിക്കും. മുകുന്ദന് ഈ റൂമിൽ കയറിപ്പറ്റാനുള്ള ഏറ്റവും നല്ല അവസരം അതാണ്. വെടിക്കെട്ടിന്റെ സമയം നോക്കി വേണം മുറിയുടെ തറ പൊളിക്കാൻ. കളവ് മുതൽ രാജനെ ഏൽപ്പിച്ചതിന് ശേഷം മുകുന്ദൻ കാർ ഓടിച്ച് സൂത്രത്തിൽ പോലീസിന് പിടികൊടുക്കണം. ട്രാഫിക് നിയമം ലംഘിക്കലോ ചെറിയ ആക്സിഡന്റോ അങ്ങനെ എന്തെങ്കിലും. കുറ്റം നിസ്സാരം, ശിക്ഷയും നിസ്സാരം. അങ്ങനെ കളവ് നടക്കുന്ന സമയം മുകുന്ദൻ കാറിലായിരുന്നു എന്ന് തെളിവുണ്ടാക്കണം. മനസ്സിലായോടെ നിനക്ക്? മരിച്ചുപോയ ഭദ്രൻ. വാ. ഫെർണാണ്ടസ്, ഞാൻ ഇവിടെ വന്നത് കുടിച്ചു കിടക്കാനല്ല, എനിക്ക് രാധയെ കാണും. അത് ഞാൻ ഏറ്റ കാര്യമല്ലേ? ഞാൻ കാണിച്ചു തരാം. ഇല്ല, എന്ത് വന്നാലും ഞാൻ ഈ വിവരം മുന്നോട്ട് പറയും. ഞാനിപ്പൊ പറയുന്ന മര്യാദയ്ക്ക്. ഭദ്രൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ള കാര്യം ഇന്നൊരു ദിവസത്തേക്ക് കൂടെ മുകുന്ദൻ അറിയാൻ പാടില്ല. ഇല്ല, ഞാൻ പറയും. ഭദ്രൻ മരിച്ചെന്ന് പറഞ്ഞോണ്ടല്ലേ ഇത്രയും കാലം ആ പാത്രം കൊണ്ട് പണിയൊക്കെ എടുപ്പിച്ചത്. ഇനി ഞാൻ സമ്മതിക്കില്ല. ഞാൻ പറയുന്നത് അനുസരിക്കുന്നതാ നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ നീ അനുഭവിക്കും. ഇതിൽ കൂടുതൽ എന്ത് അനുഭവിക്കാനാ? ഇനി ഒരു നിമിഷം പോലും ഞാനിവിടെ നിൽക്കില്ല. ഞാൻ പോവും. എവിടെ? എനിക്കിഷ്ടമുള്ളിടത്തേക്ക്. ആഹാ.
എന്തോ പറയാനുള്ളത് പോലെ? ഞാൻ പറഞ്ഞാൽ അനുസരിക്കില്ലെന്നറിയാം. എങ്കിലും എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു. നീ ഇവിടെ വന്നതിന് ശേഷം കഴിയുന്നത് ഞാൻ നിന്നെ അനുസരിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഇത് അവസാനത്തെ തെറ്റാണ്. ഇത്രയും കാലം ഓടിയിട്ടും ഞാൻ ഒന്നും സമ്പാദിച്ചിട്ടില്ല. നാളെ കാലത്ത് നിങ്ങൾ ഈ നാട് വിടണം. തൽക്കാലം നിന്ന് വഴിക്കാൻ കയ്യിൽ കുറച്ച് കാശ് വേണം. ഞാൻ നോക്കിയിട്ട് വേറൊരു വഴിയും കാണുന്നില്ല. അപ്പോ മുകുന്ദേട്ടനോ? ട്രാഫിക് നിയമം ലംഘിക്കുന്നതിനാണ് ഞാൻ പിടികൊടുക്കുന്നത്. കൂടിയാൽ 10-500 പിഴ. തിരിച്ചു വന്നിട്ട് ഫെർണാണ്ടസിന്റെ പിടിയിൽ നിന്ന് എനിക്കും രക്ഷപ്പെടണം. പിന്നെ ഞാനും കൂടിക്കൊള്ളാം നിങ്ങളുടെ കൂടെ. രാജനൊന്നും സംഭവിക്കില്ല. അക്കാര്യത്തിൽ നിന്നേക്കാൾ കൂടുതൽ വാശി എനിക്കുണ്ട്. മുകുന്ദേട്ടനോ? അക്കാര്യത്തിൽ ഞങ്ങൾക്ക് പേടിയില്ലെന്നാണോ വിചാരിച്ചത്? എന്നെ ആരും സംശയിക്കൂടില്ല. അത്ര കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നീയുണ്ടല്ലോ. പോവാം. മൂന്നിനെ ഇറക്കി വിട്ടു. കളവ് മുതൽ നിന്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ നീ ഇവിടെ എത്തണം. വീട്ടിലെത്തിക്കാനാണല്ലോ മൂന്നേട്ടം പറഞ്ഞത്. നേരത്തെ നമ്മുടെ പ്ലാൻ അങ്ങനെയായിരുന്നു. പക്ഷെ അതിലൊരു ചെറിയ കുഴപ്പമുണ്ട്. എന്തെങ്കിലും കാരണവശാൽ പോലീസ് മൂന്നിനെ ഫോളോ ചെയ്താൽ ഒരിക്കലും തൊണ്ടി മുതൽ പിടികൂടാൻ ഇടവരരുത്. ട്രാഫിക് നിയമം ലംഘിച്ചു എന്ന പേരിൽ മുകുന്ദം പോലീസ് പിടിയിലാവണം. ലോഡ്ജിലെ മുറിയുടെ ചാവി ഇത് കൊണ്ടുപോയി മൂന്നിന് കൊടുത്തേക്ക്. അച്ഛല്ലേ. പിന്നെ ഒരു കാര്യം, കാറ് തൽക്കാലം ഇവിടെ കിടന്നോട്ടെ. ട്രാഫിക്കും ബഹളമൊക്കെ കഴിഞ്ഞിട്ട് മുകുന്ദന് കൊടുക്കേണ്ട സമയത്ത് മാത്രം നീ ഇവിടുന്ന് കാറെടുത്തിട്ട് പോയാൽ മതി.
ഇത് തന്നെ വീട്. ഞാൻ പറഞ്ഞില്ലേ, ചുളിവിന് കിട്ടിയതാണ്. ധൈര്യമായിട്ട് പോ. നാട്ടുകാരൊക്കെ ഉത്സവപ്പറമ്പിലായിരിക്കും. എന്തുണ്ടായാലും ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. അടിക്കോ തൊഴിക്കോ പിടിച്ചോണ്ടുപോയോ എന്തു വേണമെങ്കിലും ചെയ്തോ, പക്ഷെ കൊല്ലരുത്. എനിക്ക് താമസിക്കാനുള്ളതാ. നേരം എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ നാട് വിടണം. മൂന്നേട്ടനോ? എന്നെ നോക്കണ്ട, ഇറങ്ങ്. ആരെങ്കിലും വന്ന് കാണുന്നുണ്ട്, ഇറങ്ങ്. ട്രാഫിക് ഒന്ന് നോക്കാനാണോ വണ്ടി ഓടിക്കണേ? എന്നോ വിസിലേട്ടാ നിർത്തിക്കൂടെ? ഇങ്ങോട്ട് ഇറങ്ങണം. വിസിലേറ്റ് കേട്ടില്ലടാ? കേട്ടാ നിർത്താണ്ടിരിക്കുമോ സാറേ? ഓഹോ, നല്ല ഫോമിലാണല്ലോ. കുടിച്ചോണ്ടാണോ വണ്ടി ഓടിക്കുന്നേ? ഉത്സവമല്ലേ സാറേ? എന്താ വണ്ടിയില്? ഒന്നുമില്ല, ട്രിപ്പ് കഴിഞ്ഞ് വരിക. ഉച്ചക്ക് തുറക്കണം. തുറക്കാം. തൽക്കാലം ഇവിടെ കിടന്നോട്ടെ. ട്രാഫിക്കും ബഹളവും ഒക്കെ കഴിഞ്ഞിട്ട് മുകുന്ദന് കൊടുക്കേണ്ട സമയത്ത് മാത്രം നീ ഇവിടുന്ന് കാറെടുത്തിട്ട് പോയാ മതി. ഹലോ മിടുക്കൻ, നീ സമയത്തിന് തന്നെ എത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. കാര്യങ്ങളൊക്കെ ഭംഗിയായി കലാശിച്ചില്ലേ? നിന്നെ എനിക്ക് വിശ്വാസമാണ്. കാരണം നീ മുകുന്ദനേക്കാൾ മിടുക്കനാണ്. നിങ്ങൾ പറഞ്ഞതുപോലെയൊക്കെ ഞങ്ങൾ ചെയ്തു. പക്ഷേ
എന്താ വല്ല വിഷമുണ്ടായോ? കൊലക്കുറ്റം ഞങ്ങളുടെ ചുമലിൽ കെട്ടിവെക്കാമെന്ന് വിചാരിച്ചു അല്ലേ? കൊലക്കുറ്റം? ആരാരെ കൊന്നു? നീ ചുമ്മാ തമാശ പറയാതെ ബാഗ് തുറക്ക്. തെറ്റ് ചെയ്യാതിരിക്കാനാണ് വീട് വിട്ടോടിയത്. പക്ഷേ ഞാൻ തോറ്റുപോയി മൂന്തട്ട.